അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 3-ാം ക്ലാസ്സിൻ്റെ ഫിഖ്ഹ് എന്ന വിഷയത്തിൽ കഴിഞ്ഞ വാർഷിക പരീക്ഷയ്ക്ക് അഥവാ കൊല്ലപരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. ശരിക്ക് ശരി നൽകാം. അപ്പോൾ താഴെ 6ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് അഥവാ ഓരോന്നിനും യോജിച്ചതായിട്ടുള്ള 2 ആൻസർ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഏതാണോ ശരി അതിന് നേരെ മാത്രം ശരി അടയാളപ്പെടുത്തുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. നിസ്കാരത്തിൽ സലാം വീട്ടിയ ഉടനെ ചൊല്ലണം അൽഹംദുലില്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. അപ്പോൾ ഏതാണ് അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. രണ്ടാമത്തെ ചോദ്യം. നിസ്കാരത്തിൽ 2-ാം സലാം വീട്ടൽ സുന്നത്ത്, നിർബന്ധം? ഏതാണ്? സുന്നത്താണ് അല്ലേ? അപ്പോൾ അവിടെ സുന്നത്ത് എന്നുള്ളതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. മൂന്നാമത്തെ ചോദ്യം. സുജൂദിൽ തലയുടെ ഭാരം നിലത്ത് പതിയണം, നിലത്ത് പതിയേണ്ടതില്ല? അപ്പോൾ അവിടെ നിലത്ത് പതിയണം എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. നാലാമത്തെ ചോദ്യം. 2 സുജൂദിനിടയിൽ ഇരിക്കൽ സുന്നത്താണ്, ഫർളാണ്? അപ്പോൾ ഫർളാണ് എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി 5-ാമത്തെ ചോദ്യം. വലാ യഗിസു മൻ അലൈക ആദൈത. അപ്പോൾ ആദൈത എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി അവസാനത്തെ ചോദ്യമാണ് 6-ാമത്തത്. തബാറക്ത റബ്ബന വതആലൈത വതആലംത വതആലൈത. അപ്പോൾ ഏതാണ് ശരി? വതആലൈത എന്നുള്ളതാണ്. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി 2-ാമത്തെ ചോദ്യം, 2-ാമത്തെ ഭാഗം 2 എണ്ണം വീതം എഴുതാം എന്നുള്ളതാണ്. അപ്പോൾ താഴെ 3ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് 2 എണ്ണം മാത്രം അവിടെ എഴുതി കൊടുക്കുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ ഏതെല്ലാം ഉണ്ട്? ഒന്ന്, നിസ്കാരത്തിൻ്റെ ഫർളിൽ വല്ലതും ഒഴിവാക്കുക, ഏതെങ്കിലും ഷർത്തിന് ഭംഗം വരിക, 2 അക്ഷരമോ അർത്ഥമുള്ള 1 അക്ഷരമോ ഉച്ചരിക്കുക, തുടർച്ചയായി 3 തവണ അനങ്ങുക, ഉമിനീര് അല്ലാത്ത എന്തെങ്കിലും വസ്തു ഉള്ളിലേക്ക് പ്രവേശിക്കുക. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിസ്കാരം ബാത്തിലാക്കുന്ന കാര്യങ്ങൾ. ഏതെങ്കിലും 2 എണ്ണം മാത്രം അവിടെ എഴുതി കൊടുക്കുക. ഒന്നെങ്കിൽ നിസ്കാരത്തിൻ്റെ ഫർളുകളിൽ വല്ലതും ഒഴിവാക്കുക എന്നുള്ളത് എഴുതുക, പിന്നെയോ ഏതെങ്കിലും ഷർത്തിന് ഭംഗം വരിക എന്നുള്ളതും എഴുതി കൊടുക്കുക. ഇനി 2-ാമത്തെ ചോദ്യം. നിസ്കാരത്തിൽ കറാഹത്തുള്ള കാര്യങ്ങൾ. അപ്പം നിസ്കാരത്തിൽ കറാഹത്തുള്ള കാര്യങ്ങൾ ഏതെല്ലാം ആണെന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെയാണ്? 1 കാലിൽ നിൽക്കൽ, പിന്നെയോ നിസ്കാരത്തിൽ കാലുകൾ ചേർത്ത് വെക്കൽ, തലയും ചുമലും തുറന്നിടൽ, വസ്ത്രം, മുടി എന്നിവ ചുരുട്ടി വെക്കൽ, മുകളിലേക്ക് നോക്കലും തിരിഞ്ഞ് നോക്കലും, നടുവിന് കൈ കൊടുക്കൽ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിസ്കാരത്തിൽ കറാഹത്തുള്ള കാര്യങ്ങൾ. അപ്പം അതവിടെ ഏതെങ്കിലും 2 എണ്ണം മാത്രം എഴുതി കൊടുക്കുക. ഇനി അടുത്ത ചോദ്യം നോക്കാം. 3-ാമത്തെ ചോദ്യമാണ്. ഫാത്തിഹ ഓതുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ. അപ്പം അത് താഴെയാണ് കൊടുത്തത്. അവിടെ ഏറ്റവും അടിയിൽ 2, 3 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2-ാമത്തെ പ്രവർത്തനത്തിൽ 3-ാമത്തെ ചോദ്യം എന്നാണ് അർത്ഥം. ആ 3-ാമത്തെ ചോദ്യം എന്താണ്? ഫാത്തിഹ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഏതൊക്കെയാണത്? അക്ഷരങ്ങളുടെ മഹ്റജുകൾ, വിശേഷണങ്ങൾ, ഷദ്, മദ്. അപ്പം തുടങ്ങിയ കാര്യങ്ങളാണ് ഫാത്തിഹ ഓതുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഏതെങ്കിലും 2 എണ്ണം മാത്രം അവിടെ എഴുതി കൊടുക്കുക. ഒന്നെങ്കിൽ അക്ഷരങ്ങളുടെ മഹ്റജുകൾ, അല്ലെങ്കിലോ വിശേഷണങ്ങൾ. അപ്പം അതാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. ഇനി 3-ാമത്തെ പ്രവർത്തനം പൂർത്തിയാക്കാം എന്നുള്ളതാണ്. 1-ാമത്തെ ചോദ്യം. വമിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാതി വമിൻ ഫിത്നത്തി. അപ്പോൾ വാക്യം എന്താണ് വരിക? അൽ മസീഹി ദജ്ജാൽ എന്ന് വരും. ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. അപ്പോൾ അവിടെ അത് എഴുതി കൊടുക്കുക. 2-ാമത്തത് വഅല ആലി ഇബ്രാഹീമ ഫിൽ ആലമീന. ബാക്കി എന്ത് വരും? ഇന്നക ഹമീദും മജീദ് എന്ന് വരും. 3-ാമത്തെ ചോദ്യം. അസ്സലാമു അലൈക്കും എന്നതാണ് സലാമിൻ്റെ വചനം. വറഹ്മത്തുള്ളാഹ് എന്നുകൂടി പറയൽ
സുന്നത്തുണ്ട്. അപ്പോൾ അവിടെ പറയൽ സുന്നത്തുണ്ട് എന്നുള്ളതാണ് എഴുതി കൊടുക്കാനുള്ളത്. ഇനി നാലാമത്തെ ചോദ്യം അത്തുമഇനീനത്തു, അനക്കം അടങ്ങുകയാണ് ഇതിൻ്റെ വിവക്ഷ. അപ്പോൾ അവിടെ വിവക്ഷ എന്നുള്ളതാണ് എഴുതി കൊടുക്കാനുള്ളത്. ഇനി നാലാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലവട്ടം മടക്കി നിസ്കരിപ്പിച്ച നിസ്കാരം ഏതാണ്? ചോദ്യം ഒന്നുകൂടെ നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലവട്ടം മടക്കി നിസ്കരിപ്പിച്ച നിസ്കാരം ഏതാണ്? ഉത്തരം എന്താണ്? തുമഅ്നീനത്ത് ഇല്ലാത്ത നിസ്കാരം. അപ്പോൾ തുമഅ്നീനത്ത് ഇല്ലാത്ത നിസ്കാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലവട്ടം മടക്കി നിസ്കരിപ്പിച്ചത്. രണ്ടാമത്തെ ചോദ്യം, ഒരു വിശ്വാസിയെ കൂടുതൽ അള്ളാഹുവുമായി അടുപ്പിക്കുന്ന ഇബാദത്ത് ഏതാണ്? എല്ലാവർക്കും അറിയാം, ഏതാണ്? നിസ്കാരം. അപ്പോൾ അവിടെ നിസ്കാരം എന്ന് എഴുതി കൊടുക്കുക. മൂന്നാമത്തെ ചോദ്യം, വുളൂഇന്റെ നിസ്കാരത്തിൻ്റെ സമയം ആയി എന്ന് ഉറപ്പ് വരുത്തണം ആരെയും? അപ്പോൾ വുളൂ എടുക്കണമെങ്കിൽ നിസ്കാരത്തിൻ്റെ സമയം ആയി എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ആരാണ്? ഉത്തരം നിത്യവും അശുദ്ധിയിൽ ഉള്ളവർ. അപ്പോൾ നിത്യവും അശുദ്ധിയിൽ ഉള്ളവരാണ് വുളൂഇന് നിസ്കാരത്തിൻ്റെ സമയം ആയെന്ന് ഉറപ്പ് വരുത്തേണ്ടത്. ഇനി നാലാമത്തെ ചോദ്യം, നജസിൽ പെടാത്ത ശവങ്ങൾ ഏതാണ്? അപ്പോൾ നജസിൽ എല്ലാ ശവങ്ങളും നജസിൽ പെട്ടതാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ നജസിൽ പെടാത്ത ശവങ്ങളുണ്ട്, അത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതെല്ലാമാണ്? ഒന്ന് മനുഷ്യൻ, മത്സ്യം, ജറാദ്. അപ്പോൾ ജറാദ് എന്ന് പറഞ്ഞാൽ വെട്ടുകിളി. അപ്പോൾ മനുഷ്യൻ്റെയും മത്സ്യത്തിൻ്റെയും വെട്ടുകിളിയുടെയും അഥവാ ജറാദിൻ്റെയും ശവം എന്തിൽ പെട്ടതല്ല? നജസിൽ പെട്ടതല്ല. ഇനി അഞ്ചാമത്തെ ചോദ്യമാണ്, വിസർജനം ഹറാമാണ് എവിടെ? ഉത്തരം മറ കൂടാതെ ഖിബ്ലക്ക് മുന്നിട്ടും പിന്നിട്ടും വിസർജനം എന്താണ്? ഹറാമാണ്. ഇനി അഞ്ചാമത്തെ ഭാഗം വ്യക്തമാക്കാം എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം, ഫർലായ കുളിയുടെ നിയ്യത്ത്. ഫർലായ കുളിയുടെ നിയ്യത്ത് ഏതാണ്? കുളി എന്ന ഫർലിനെ ഞാൻ വീട്ടുന്നു. അപ്പോൾ അവിടെ കുളി എന്ന ഫർലിനെ ഞാൻ വീട്ടുന്നു എന്നുള്ളതാണ് എഴുതി കൊടുക്കാനുള്ളത്. ഇനി രണ്ടാമത്തെ ചോദ്യം, വുളൂഇൽ 2 മുൻകൈ കഴുകുമ്പോൾ ചൊല്ലേണ്ടത്. അപ്പോൾ വുളൂഇൽ 2 മുൻകൈ കഴുകുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത്? അഊദും ബിസ്മിയും. അപ്പോൾ അഊദും ബിസ്മിയും ചൊല്ലുക. പിന്നെയോ ഷഹാദത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. പിന്നെയോ അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറ. അപ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറ. അതാണ് എഴുതാനുള്ളത്. ഇനി മൂന്നാമത്തെ ചോദ്യമാണ്, ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഉറക്കം, ഭ്രാന്ത്, ബോധക്ഷയം, മത്ത്. ഇനി നാലാമത്തെ ചോദ്യമാണ്, അസ്വലാത്തു ഖൈറും മിനന്നൗം എന്ന് കേൾക്കുമ്പോൾ ചൊല്ലേണ്ടത്. എന്താണ് ചൊല്ലേണ്ടത്? സ്വദഖ്ത വ ബരിർത. ഇനി അഞ്ചാമത്തെ ചോദ്യം, അവസാനത്തെ ഒരു ചോദ്യമാണ്, വ്യക്തമാക്കാം എന്നുള്ള പ്രവർത്തനങ്ങളിൽ അഞ്ചാമത്തത്, നിസ്കാരത്തിൽ പ്രവേശിക്കുമ്പോൾ ചൊല്ലേണ്ടത്. അപ്പോൾ നമ്മൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്തും പറഞ്ഞിട്ടാണ് എന്താണ് ചൊല്ലേണ്ടത്? ഉത്തരം അല്ലാഹു അക്ബർ. അപ്പോൾ അവിടെ അല്ലാഹു അക്ബർ എന്നുള്ളത് എഴുതി കൊടുക്കുക. ഇനി ആറാമത്തെ ചോദ്യം ക്രമത്തിലാക്കാം എന്നുള്ളതാണ്. ഒന്നാമത്തത് ക്രമത്തിലല്ലാതെയാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തത്, അത് നമ്മൾ എന്ത് ചെയ്യണം? ക്രമത്തിലാക്കിയിട്ട് എഴുതണം. വലിവാലിദയ്യ സഗീറ ഇർഹംഹുമ കമാ റബ്ബയാനി റബ്ബി റബ്ബി ഉഫിർലി. അപ്പോൾ അത് നമ്മൾ ക്രമത്തിലാക്കി എഴുതുമ്പോൾ എങ്ങനെ വരും? റബ്ബി ഉഫിർലി വലിവാലിദയ്യ റബ്ബി റബ്ബി റഹംഹുമ കമാ റബ്ബയാനി സഗീറ എന്ന് വരും. ഒന്നുകൂടെ നോക്കാം. റബ്ബി ഉഫിർലി വലിവാലിദയ്യ റബ്ബി റഹംഹുമ കമാ റബ്ബയാനി സഗീറ. ഇനി ഏറ്റവും അവസാനത്തെ ഇനി ഏഴാമത്തെ ഭാഗമാണ് നോക്കുന്നത്, പൂരിപ്പിക്കാം. അപ്പോൾ ഏഴാമത്തെ ഭാഗത്ത് ഒരു ചോദ്യമാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഏതാണ്? റബ്ബി ഉഫിർലി ഡാഷ് വജ്ബുർനി ഡാഷ് വഹ്ദിനി. അപ്പോൾ അത് പൂരിപ്പിച്ച് എഴുതുമ്പോൾ എങ്ങനെ വരും? റബ്ബി ഉഫിർലി വറഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി എന്ന് വരും. ഒന്നുകൂടെ നോക്കാം.
റബ്ബി അഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. ഇനി എട്ടാമത്തെ ഭാഗം അർത്ഥം എഴുതാം എന്നുള്ളതാണ്. ഒന്നാമത്തത് വബാരിക് ലി ഫീമ അഅ്തൈത്. അപ്പം അതിൻ്റെ അർത്ഥം എങ്ങനെ വരും? നീ നൽകിയതിൽ എനിക്ക് നീ ബറക്കത്ത് നൽകണമേ എന്ന് വരും. അപ്പോൾ ദുആ വസിയത്തോടെ നിർത്തുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.